പേര് പ്രിൻസി. എൻ്റെ ഹസ്ബൻ്റെ പേര് ഷിജോ. ഞങ്ങൾ കാസർഗോഡ് നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഡിസംബർ 14 2022 അപ്പോൾ ഞാൻ എൻ്റെ മാരേജ് കഴിഞ്ഞ് ഹസ്ബൻഡ് പോളണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡ് അങ്ങോട്ട് പോകാൻ വേണ്ടി ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് ട്രൈ ചെയ്തു. പക്ഷേ 2 പ്രാവശ്യം റിജക്ഷൻ വന്നു. അപ്പോൾ ഞാൻ കരുതി അത് ഇനി ഒരിക്കലും കൂടെ ട്രൈ ചെയ്താൽ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോൾ എൻ്റെ ആൻറ്റി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ കൃപാസനത്തിൽ പോയി നീ ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്, അപ്പോൾ എന്തായാലും എനിക്ക് വിസ എന്തായാലും ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇവിടുന്ന് മാതാവ് എല്ലായിടത്തും ഒന്ന് തന്നെയല്ലേ, അപ്പം നമുക്ക് നമ്മുടെ പള്ളിയിൽ നിന്ന് തന്നെ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു മറുപടിയാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു, നീ അവിടെ പോയി പ്രാർത്ഥിക്കുന്നതായിരിക്കും നല്ലത്, എന്നാലും നീ ട്രൈ ചെയ്യുന്നെങ്കിൽ ഒന്നും കൂടെ നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വീണ്ടും ഞാൻ ഒരു 3ാമത്തെ പ്രാവശ്യം ഒന്നും കൂടി ട്രൈ ചെയ്തു. പക്ഷേ 3ാമത്തെ പ്രാവശ്യവും റിജക്ഷൻ വന്നു. അപ്പോൾ എനിക്ക് ആ 3ാമത്തെ പ്രാവശ്യം റിജക്ഷൻ വന്നപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്നെ ചെറുതായിട്ട് കളിയാക്കാനൊക്കെ തുടങ്ങി. ഇത്ര പ്രാവശ്യം അത് അപ്ലൈ ചെയ്തിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു നിർഭാഗ്യവതി എന്നുള്ള രീതിയിൽ എല്ലാവരും പറയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു, എന്തായാലും ആൻറ്റി പറഞ്ഞതല്ലേ, ഒരിക്കൽ വന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ ആ സമയത്ത് മാതാവിൻ്റെ കുറേ റീൽസ് ഇങ്ങനെ ട്രോളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അല്ലാതെ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് വേറെ കാര്യമായിട്ടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു വിശ്വാസവും തോന്നിയിരുന്നില്ല. പക്ഷെ ഞാൻ വന്ന ശേഷം ഒരിക്കലും ട്രോളിൽ പറഞ്ഞ പോലെ ഒന്നുമല്ല കൃപാസനം എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇപ്പോൾ അവർ കളിയാക്കുന്ന തരത്തിലൊന്നും ഇവിടെയല്ല. നമ്മുടെ യേശുവിനെക്കുറിച്ചും നമ്മുടെ മാതാവിനെക്കുറിച്ചും ഉള്ള ശരിയായിട്ടുള്ളൊരു ബോധ്യം എനിക്ക് ഇവിടുന്ന് ലഭിച്ചു. അതിനുശേഷം ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു. എന്നിട്ട് ഞങ്ങൾ 4ാമത്തെ പ്രാവശ്യം വീണ്ടും ട്രൈ ചെയ്യാൻ നിന്നു. ഡിസംബറിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തു. ജനുവരിയിൽ വീണ്ടും ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് വെച്ചു. അപ്പോൾ ഞങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ പോയത് ബാംഗ്ലൂരിൽ VFS ഓഫീസിലായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി ഒരു കടയിലോട്ട് കയറി. അപ്പോൾ അവിടെ ഒരു ഏജൻസിക്കാരുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു എന്താ പ്രോബ്ലം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ 3 പ്രാവശ്യം ഡിപ്പെൻഡൻറ്റ് വിസ റിജക്ഷൻ ആയെന്ന്. അപ്പോൾ അവരും അതിശയപ്പെട്ടു. കാരണം ഡിപ്പെൻഡൻറ്റ് വിസ പെട്ടെന്ന് കിട്ടുന്നതാണ്. അങ്ങനെ ഒരു റിജക്ഷൻ വരുന്നൊരു സാധാരണ ജോലിക്കൊക്കെ പോകുമ്പോഴാണ് റിജക്ഷൻ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അവരെൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നോക്കിയ സമയത്ത് എൻ്റെ കയ്യിൽ കുറേ ഡോക്യുമെൻറ്റ്സ് ഇല്ല, ഇത് കുറേ മിസ്സിങ് ഉണ്ട്, എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല, വെറുതെ ഇനി അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും വിഷമം തോന്നി. പക്ഷേ എന്തായാലും വന്ന സ്ഥിതിക്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇവിടുന്ന് കൊണ്ടുവന്ന ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് എൻ്റെ പാസ്പോർട്ടിലും എൻ്റെ ഡോക്യുമെൻറ്റ്സിലൊക്കെ വിതറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാനത് അപ്ലൈ ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് വന്നു. പിന്നെ അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ വന്നു. പക്ഷേ എനിക്ക് അതിൽ വിസ ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യവും 3 പ്രാവശ്യം വെച്ച സമയത്ത് സെയിം ഡോക്യുമെൻറ്റ്സ് എല്ലാം സെയിം ആയിരുന്നു, ഒന്നും വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ 4ാമത്തെ പ്രാവശ്യം വെച്ചതുകൊണ്ട് വേറെ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ട് എനിക്ക് ആ വിസ ഡിപ്പെൻഡൻറ്റ് വിസ ലഭിച്ചു. അതിനുശേഷം ഞാൻ ഹസ്ബൻഡ് അടുത്തോട്ട് പോയി, പോളണ്ടിലോട്ട് പോയി. അപ്പോൾ ആ യാത്രയിലായാലും ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ദൂരം പോകുന്നതാണ്. പക്ഷേ എപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനൊരു നേഴ്സാണ്. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ അധികം ബൈബിൾ വായിക്കുന്ന ഒരാളായിരുന്നില്ല. അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് ദൈവത്തോട് അടുക്കാനും ബൈബിൾ കുറേ സമയം വായിക്കാനും ആദ്യമൊക്കെ ഒരു കുറച്ച് നേരമേ വായിക്കാൻ തോന്നിയിരുന്നുള്ളൂ. പിന്നെ അത് വായിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. എനിക്കത് വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അപ്പം അരമണിക്കൂർ എന്നുള്ളത് മാറി 1 മണിക്കൂറായി. പിന്നെ അതൊരു സ്ഥിരമായിട്ട് എൻ്റെ ഒരു എനിക്കൊരു ഇഷ്ടമായി തോന്നി ബൈബിൾ വായിക്കുന്നത്. വചനങ്ങളോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവത്തോടും കൂടുതലായി സംസാരിക്കുന്ന ഒരു സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് പോലെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതേസമയം അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. ചൊവ്വാഴ്ചയിൽ അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ബൈബിൾ വായിച്ച് എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സംശയം തോന്നുന്ന കാര്യങ്ങളാണ് ചില സമയത്ത് അച്ഛനത് പിന്നെ ചൊവ്വാഴ്ച അച്ഛനത് അതിന് മറുപടിയായിട്ട് പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അത് ദൈവം എൻ്റെ ചോദ്യങ്ങളൊക്കെ കേൾക്കുകയും അതിനനുസരിച്ച് എനിക്ക് അച്ഛനിലൂടെ മറുപടി എനിക്ക് നൽകുന്നതായിട്ട് എനിക്ക് തോന്നി.
അങ്ങനെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഓൺലൈനായിട്ട് അച്ഛൻ്റെ ധ്യാനം കാണാൻ സാധിക്കാറില്ല. പക്ഷേ ബാക്കിയുള്ള സമയങ്ങളിലും കാണുമ്പോഴും എനിക്ക് അച്ഛൻ്റെ വചനങ്ങളിലൂടെ പല മറുപടികളും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ അതിനുശേഷം ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് OET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഓൺലൈനായിട്ട് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ഉടമ്പടി എൻ്റെ കംപ്ലീറ്റ് ആയി. പക്ഷേ എങ്കിലും ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ബൈബിൾ വായന കുറച്ചായി കുറഞ്ഞു. അന്നേരം ആ സമയത്ത് കുറച്ചും കൂടി ഒരു വിശ്വാസം നഷ്ടപ്പെട്ടതുപോലെ തോന്നി. പക്ഷേ എങ്കിലും വീണ്ടും ഞാൻ പ്രാർത്ഥനയിൽ വീണ്ടും കൊന്ത ചൊല്ലുമ്പോഴായാലും വീണ്ടും എനിക്കൊരു പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ചിന്ത വന്നു. ഞാൻ അതിൻ്റെ കൂടെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രേയർ സ്റ്റാർട്ട് ചെയ്തു. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ ചൊല്ലി തുടങ്ങി. അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. എക്സാമിന് നന്നായി പ്രിപ്പയറും ചെയ്തു. എന്നിട്ട് ഞാൻ എക്സാമിന് അറ്റൻഡ് ചെയ്തു. എക്സാം കുഴപ്പമില്ലാത്ത എക്സാം ആയിരുന്നു. പക്ഷേ ലിസണിങ്ങിന് എനിക്കൊരു കുറച്ച് ടഫായി തോന്നി. പക്ഷേ എങ്കിലും ഞാൻ കുഴപ്പമില്ലാത്ത പോലെ അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് കിട്ടുമെന്നായിരുന്നു എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ. പക്ഷേ ആ റിസൾട്ട് വരുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഞാൻ അച്ഛൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ധ്യാനത്തിൽ പറയുന്നത് കേട്ടു, എല്ലാവരും ഇപ്പം നമ്മുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാതാവിനോടും ഇപ്പോൾ നമ്മുടെ ദൈവത്തോടായാലും ഒട്ടിച്ചേർന്ന് നിൽക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ നമ്മൾ കരഞ്ഞുകൊണ്ട് നിലവിളിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുള്ള ഒരു അർത്ഥത്തിൽ അച്ഛൻ സംസാരിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, ഇപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. ഇപ്പോൾ എനിക്കത് കിട്ടിയില്ലെങ്കിലും ഞാൻ വീണ്ടും ശ്രമിക്കും. അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം എൻ്റെ റിസൾട്ട് എനിക്ക് നെഗറ്റീവ് ആയിരിക്കുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. എനിക്ക് ലിസണിങ്ങിനും സ്പീക്കിങ്ങിനും വളരെ ചെറിയ മാർക്കിന് എനിക്ക് ആ എക്സാം നഷ്ടപ്പെട്ടു. പക്ഷേ അന്നേരം അപ്പോൾ ആ സമയത്ത് എൻ്റെ സഹോദരൻ എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തിയല്ലോ, എന്നിട്ട് നീ പാസ്സാവാതിരുന്നത്, നീക്ക് വലിയ വിശ്വാസമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, എനിക്കിത് കിട്ടിയില്ലെങ്കിൽ ഞാനൊരിക്കലും വിശ്വാസം കളയുമെന്ന് വിചാരിക്കേണ്ട, എനിക്കെന്തായാലും വിശ്വാസം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ സാധാരണ എനിക്കൊരു ആഗ്രഹം നടന്നില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത വിഷമം തോന്നും. അപ്പം തന്നെ എനിക്ക് ദൈവത്തോടുള്ള വിശ്വാസമൊക്കെ പോയി ഞാൻ മൊത്തത്തിൽ ഡൗൺ ആവും. പക്ഷേ അന്ന് എനിക്കൊന്നും അങ്ങനെയൊന്നും തോന്നിയില്ല, എനിക്കൊരു വിഷമം തോന്നിയില്ല. വിഷമം ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ എന്നാലും ഞാൻ അതുമാതിരി കരയോ അങ്ങനെയൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ വീണ്ടും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ നാട്ടിൽ വന്നിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇനി ഒരു മാസം ബാക്കിയുണ്ട് നാട്ടിലോട്ട് വരാൻ. അപ്പോൾ എനിക്ക് ആ എക്സാമിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരിക്കലും കൂടി ട്രൈ ചെയ്താലോ എന്ന് എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ആരോ പറയുന്ന പോലെ തോന്നി. അതുകൊണ്ട് ഇവിടുത്തെ പോലെയല്ല, കുറച്ചും കൂടെ സ്പീക്കിംഗ് കുറച്ചും കൂടെ ടഫാണ് അവിടെ. അപ്പോൾ എങ്കിലും ഞാൻ എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങനെ ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നി ട്രൈ ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ ബൈബിളിൽ വചനം എടുത്ത് വായിച്ചു. അപ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്ന് 39-ാം അധ്യായം ഞാൻ വായിച്ചു. അപ്പോൾ അതിലിങ്ങനെ പഠിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വചനത്തിൽ നിന്ന് എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു സൂചനയാണ് എനിക്ക് ലഭിച്ചത്. അതേസമയം ഡേറ്റ് നോക്കിയപ്പോൾ ആകെ ഒരു ഡേറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. എനിക്ക് ഏപ്രിൽ 24-ാം തീയതി നാട്ടിലോട്ട് വരാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു. പിന്നെ വരുന്നത് ഏപ്രിൽ 6-ാം തീയതി മാത്രമാണ് എക്സാമിനുള്ള ഡേറ്റ് ഉള്ളത്. അപ്പോൾ ഡേറ്റ് നോക്കിയപ്പോൾ ഏപ്രിൽ 6 കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു 6 എന്നുള്ള ഡേറ്റ് അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ മാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത് 7-ാം തീയതി ആണല്ലോ. അപ്പോൾ 7 ഡേറ്റ് നല്ലതാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 6-ന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായി. കാരണം അത്രയും എക്സാമിന് നല്ല കോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എഴുതണോ വേണ്ടോ, കിട്ടുമോ ഇല്ലയോ, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ധ്യാനം അന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ധ്യാനം കണ്ടു. അപ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിൽ അന്ന് ഞാൻ കണ്ട ധ്യാനത്തിൽ എന്തുകൊണ്ട് അച്ഛൻ 6-ാം തീയതിയെക്കുറിച്ച് പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛൻ 6 എന്നുള്ള ഒരു അക്കത്തിനെ കുറിച്ച് പറഞ്ഞു. 6 എന്നുള്ളത് നല്ലൊരു അക്കമാണ്. അത് കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ചിട്ട് നമ്മുടെ യേശുനാഥൻ 6 കൽഭരണിയിൽ നിന്നാണ് വെള്ളം വീഞ്ഞാക്കിയെന്നുള്ള ഒരു അച്ഛനിങ്ങനെ പറയുകയുണ്ടായി. അപ്പോൾ പെട്ടെന്ന് എനിക്ക് 6 എന്നുള്ളതൊരു നല്ല അക്കാണെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് അത് എഴുതിയേക്കാം, എന്തായാലും ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാമെന്ന് എനിക്കൊരു ആത്മവിശ്വാസം വന്നു. എന്നിട്ട് ഞാൻ എക്സാം ബുക്ക് ചെയ്തു.
എന്നിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തു, ഒരു മാസം ഞാൻ പ്രിപ്പയർ ചെയ്ത് ലാസ്റ്റ് ഞാൻ എക്സാമിന് പോയ സമയത്ത് എല്ലാം എൻ്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നു. കാരണം എൻ്റെ എക്സാം സെൻറ്റർ മാറി വേറെ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് എൻ്റെ ഫോണിലോട്ട് ഇമെയിൽ വന്നിട്ടായിരുന്നു. പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ എക്സാമിന് 8:30 ആകുമ്പോഴെത്തി. ഞങ്ങൾക്ക് 8 മണിയാകുമ്പോൾ എത്തി. ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മണിക്കാണ്. അപ്പോൾ 8 മണിക്ക് എത്തിയ സമയത്ത് ജസ്റ്റ് നോക്കുമ്പോഴേക്കും അവിടുന്ന് എക്സാം സെൻറ്റർ മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഞങ്ങൾ ടെൻഷൻ അടിച്ച് പെട്ടെന്ന് അവിടുന്ന് എക്സാം സെൻറ്ററിലുള്ള സ്ഥലത്തോട്ട് മാറി അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ കണ്ടുപിടിച്ച് ഞങ്ങൾ 8:30 ആയി. എന്നിട്ട് സെൻറ്ററിലോട്ട് കയറാൻ നിൽക്കുമ്പോൾ അവരെന്നോട് ID കാർഡ് ചോദിച്ചു. അപ്പോൾ പാസ്പോർട്ടായിരുന്നു. പക്ഷേ പാസ്പോർട്ട് ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നല്ല ടെൻഷനായി. പക്ഷേ ഇനി അരമണിക്കൂറും കൂടെ ഉള്ളൂ, ചിലപ്പോൾ അവർ സ്ട്രിക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ എന്നെ കയറ്റില്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു കുഴപ്പമില്ല, നീ ടെൻഷൻ അടിക്കേണ്ട, അടുത്ത് തന്നെ ഇവിടെ ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് അങ്ങനെ പോയി. അപ്പോൾ പോയിട്ട് വന്നിട്ട് ഒരു 15-20 മിനിറ്റിനുള്ളിൽ എത്തിച്ചു. അപ്പോൾ അവിടുത്തെ മാഡം പറഞ്ഞു കുഴപ്പമില്ല, നമ്മൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് അത് കൊണ്ടുവന്നു. അപ്പോൾ ഒരുപാട് ടെൻഷനായിരുന്നു അന്ന്. എന്നിട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പേടി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നല്ലതായിരുന്നു. പക്ഷേ സ്പീക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ടഫായിട്ട് എനിക്ക് തോന്നി. കാരണം ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമായിരുന്നു, പക്ഷേ എനിക്കൊന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്തതുപോലെ, ഞാൻ ആഗ്രഹിച്ച പോലെ ഒന്നും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ നാവിലൊന്നും വരുന്നില്ല. എന്താണ് എനിക്കന്ന് സംഭവിച്ചതെന്ന് അറിയില്ല. അങ്ങനെ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നി. കാരണം ബാക്കി 3 കുഴപ്പമില്ല, സ്പീക്കിംഗ് മാത്രം പോയല്ലോ. അപ്പോൾ എനിക്ക് UK സ്കോർ എന്തായാലും കിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ പക്ഷേ ഞാൻ പോകുന്നതിന് മുന്നേ ഞാൻ ഇവിടുന്ന് കിട്ടിയ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഉപ്പെടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ആരും കാണാതെ. ഞാൻ എന്നിട്ട് അച്ഛൻ അതിന് തൊട്ട് ചൊവ്വാഴ്ച പറഞ്ഞ ഒരു സിസ്റ്റർ എക്സാമിൻ്റെ സമയത്ത് ഉത്തരക്കടലാസിലൊക്കെ ഉപ്പ് വെതറി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ പോക്കറ്റിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് എടുത്ത് വെച്ചു. ഞാൻ എൻ്റെ എക്സാം ഉത്തരക്കടലാസുകളിലൊക്കെ ഞാൻ ഉപ്പ് വെതറി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എക്സാം എഴുതുന്നതിന് മുന്നേ. അത് കഴിഞ്ഞ് സ്പീക്കിങ്ങിൻ്റെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മോശമായിരുന്നു. എന്നിട്ട് പിന്നെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ ഞാൻ ഷുവറായിരുന്നു എനിക്ക് എന്തായാലും സ്പീക്കിംഗ് മോശമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഞാൻ ഒട്ടും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഒരു അത്ഭുതം സംഭവിക്കണമേ എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് വലിയ സന്തോഷമാണ്. എങ്കിലും എനിക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് വിഷമമൊന്നുമില്ല, ഞാൻ വീണ്ടും ട്രൈ ചെയ്യുന്നില്ല ഒരു മനസ്സുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നില്ല വചനം. അത് ഞാൻ 33 പ്രാവശ്യം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 41-ാം അധ്യായം 10-ാം വാക്യം ഞാൻ ഇതുപോലെ 33 പ്രാവശ്യം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അത്ഭുതങ്ങളിൽ ഞാൻ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്പീക്കിംഗ് അത്രയും മോശമായിരുന്നു എനിക്ക്. അപ്പോൾ എന്നിട്ട് പോലും എനിക്ക് സ്പീക്കിങ്ങിന് ഞാൻ പ്രതീക്ഷേനേക്കാളും ഞാൻ ജസ്റ്റ് ഒരു പാസ് മാർക്കേ കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നുള്ളൂ. ജസ്റ്റ് എന്നെ ഒന്ന് പാസ്സാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് അതിനേക്കാളും നല്ല മാർക്ക്, എനിക്ക് 350 മതി പാസ് മാർക്കിന്. പക്ഷേ എനിക്ക് 350 ഉണ്ട്. അപ്പോൾ എങ്ങനെ 4 മൊഡ്യൂളിൽ എനിക്ക് നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി. പക്ഷേ ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കൃപാസനത്തിൽ വന്ന് എൻ്റെ റിസൾട്ട് പറഞ്ഞ ശേഷം, ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞ ശേഷം മാത്രമേ എൻ്റെ ബന്ധുക്കളോട് പോലും ഞാൻ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിന് അറിയാം, പക്ഷേ വേറെ ആരോടും ഞാൻ പറഞ്ഞില്ല. ഇതുവരെയും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ സഹോദരനും ആൻറ്റിയൊക്കെ എൻ്റെ കൂടെയുണ്ട്, പക്ഷേ ആരോടും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് എല്ലാവരെയും അറിയിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വേറൊരു സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഫാദർ നന്നായിട്ട് കുടിക്കുമായിരുന്നു. അപ്പോൾ 45 വർഷമായിട്ട് നല്ല മദ്യപാനിയായിരുന്നു. അപ്പോൾ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, പപ്പയുടെ മനസ്സൊന്ന് മാറി പപ്പ സ്വയം ഒന്ന് മദ്യപാനം നിർത്തണമെന്ന് പറയുന്ന ഒരു ഇതിൽ വരണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ തലേ ദിവസം പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം തന്നെ അത് വളരെ ഒരു അത്ഭുതമായി തോന്നി. പിറ്റേ ദിവസം തന്നെ പപ്പ വിളിച്ച് പറഞ്ഞു, ഞാൻ മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ഒരു ധ്യാനത്തിന് പോയി പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പുള്ളി കുടിക്കുന്നേ ഇല്ല. അതൊരു സാക്ഷ്യമായിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡ്, ഞാൻ പോളണ്ടിലോട്ട് പോയ സമയത്ത് ഹസ്ബൻഡിന് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട്. എന്ത് ചെയ്യണമെന്ന് ആ സമയത്ത് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായി പ്രാർത്ഥിച്ചു. ആ സമയത്തുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും മാതാവ് മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തന്നിട്ടുണ്ട്.
പിന്നെ എനിക്ക് കൂടുതൽ തോന്നിയത് ഞാൻ അത്ര വിശ്വാസിയും അത്ര ദൈവവുമായിട്ട് ഇടപെടുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്തതിലൂടെ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ തന്നെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ബൈബിൾ വായിക്കുന്നു, സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ബൈബിൾ നമ്മൾ കൊന്ത ചൊല്ലുന്ന സമയത്ത് രാത്രി കുറച്ച് സമയം ബൈബിൾ വായിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ഞാൻ അരമണിക്കൂർ ഇരുന്ന് വായിക്കുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അരമണിക്കൂറല്ല, അതിലധികം വായിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ബൈബിൾ വായിക്കാൻ. പിന്നെ കുറച്ചുകൂടി ദൈവവിശ്വാസത്തിലും എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും അത് നേരിടാനുള്ളൊരു മനോധൈര്യവും ഒക്കെ എനിക്ക് ഇപ്പം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഭാഗമായിട്ട് ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് രോഗികളോട് കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കുകയും കൃപാസന പത്രങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ രോഗികളൊക്കെ സഹായിച്ചിട്ടുണ്ട്, സാമ്പത്തികമായും അല്ലാതെയും സഹായിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങളും നന്മകളും ചൊരിഞ്ഞ യേശുനാഥനും മാതാവിനും ഒത്തിരി നന്ദിയും കൃതജ്ഞതയും സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥലേറെ പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ ഒരുപാട് യങ്സ്റ്റേഴ്സായിട്ടുള്ള ഒരുപാട് നവദമ്പതികളൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് പരിശുദ്ധ അമ്മ ഈ ദിവസങ്ങളിലൊക്കെ ഇടവരുത്തുന്നുണ്ട്. ഒരു പക്ഷേ മാതാവിൻ്റെ ഒരു ദൈവിക പദ്ധതി അനേകരിലേക്ക് എത്തിച്ചേരണമെന്നുള്ള ഒരു അടയാളവും കൂടിയായിട്ട് നമ്മളിതിനെ നോക്കിക്കാണുകയാണ്. ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ളവർ അത് കുടുംബമായിട്ട് അവർ വന്ന് അവരുടെ ദൈവാനുഭവം പങ്കുവെക്കുകയാണ്. എന്തുകൊണ്ടാണ്? സൃഷ്ടാവെ നിങ്ങളുടെ യൗവനത്തിൽ സൃഷ്ടാവിനെ സ്മരിക്കുക എന്ന് പറയുന്നൊരു വചനമുണ്ട്. അതായത് ഈ ഒരു യൗവനത്തിൻ്റെ ഒരു സമയമാണ് കൂടുതൽ യുക്തിയും അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൽ നിന്ന് അകലാനുള്ള സാധ്യത. ആ സമയത്താണ് നമ്മളിവിടെ വ്യക്തമായ ഒരു അനുഭവത്തോടു കൂടി ഒരുപാട് പേര് ദൈവത്തിന് മുമ്പിൽ വന്ന് സാക്ഷ്യം പറയുന്നത്. രണ്ടാമത്തേത്, അതൊരു സാക്ഷ്യം പറയാനായിട്ടൊരു ദൈവാനുഭവം പറയുക എന്നതിനേക്കാൾ ഉപരി ഉടമ്പടിയുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഈ മകളിപ്പോൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. ഒന്നാമത്തത്, വിശുദ്ധ ഗ്രന്ഥത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബൈബിളിനോട് ഒരു ഇഷ്ടം തോന്നാനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്നാണ് ആദ്യം പറഞ്ഞപ്പോൾ, ഇപ്പോൾ അവസാനം പറയുമ്പോഴും പറയണത്. അപ്പം ദൈവം ആദ്യമായിട്ട് ഈ ലോകത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ്, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതാണ് ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻ നടന്നത്. അത് ഉടമ്പടി സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ വ്യക്തമാണ്. ഈ ബൈബിൾ വായന ഒരിക്കലും ഉടമ്പടിയിൽ മാറ്റിവെക്കേണ്ട ഒന്നല്ല. കാരണം ഈശോ ഇവിടെയുള്ള സാക്ഷ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈശോ ആദ്യം സംസാരിക്കുന്നത് അത് ഒരുപക്ഷെ ബൈബിളിനെക്കുറിച്ച് ഒന്നും അറിയാത്തവരോട് പോലും ഈശോ ബൈബിൾ തുറന്ന് വായിക്കണമെന്ന രീതിയിലുള്ള സന്ദേശം ലഭിച്ചതായിട്ട് ഇവിടെ വളരെ സാക്ഷ്യങ്ങളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബൈബിൾ അത്രത്തോളം വചനം ദൈവമാണെന്നും ദൈവവചനം ശക്തിയുള്ളതാണെന്നൊക്കെ ഉള്ള വലിയ പഠിത്തവും ബോധ്യവും ഒക്കെ നമുക്കുണ്ട്. പക്ഷേ അത് ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന സാക്ഷ്യങ്ങളിൽ ഒരുപാട് സാക്ഷ്യങ്ങളൊന്നും. ഇപ്പോൾ ഈ മകൾ ഒരു പ്രഭാഷകൻ്റെ പുസ്തകം ഉദ്ധരിച്ച് പറയുന്നു, പിന്നീട് അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയൊരു മെസ്സേജാണ്, അതനുസരിച്ച് ഞാൻ പരീക്ഷ എഴുതാനായിട്ട്. അപ്പം അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് ദൈവം ഇതിലൂടെ സംസാരിക്കുമെന്നുള്ളൊരു ബോധ്യം ഈ സാക്ഷ്യത്തിലുണ്ട്. രണ്ടാമത്തേത്, ഒരു സമയത്തിൻ്റെ കാര്യം, ഡിസംബർ അല്ലെങ്കിൽ 7-ാം തീയതി എന്നൊരു കാര്യം പറയുന്നു. അപ്പം ഈ തീയതിയും സമയവും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ലഭിക്കുന്ന ഡേറ്റും അങ്ങനെ ഇതെല്ലാം നമ്മൾ ഈ ഉടമ്പടിയോട് ബന്ധപ്പെട്ട്, കാരണം നമ്മളെ സംബന്ധിച്ചുള്ള ഈ സമയം വളരെ പ്രധാനപ്പെട്ടു. ഇപ്പോൾ നമ്മൾ സാക്ഷ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞു, ആദ്യം ആരോ കുടുംബത്തിൽ പറയുമ്പം മാതാവ് എല്ലായിടത്തും ഉള്ളതല്ലേ, ഇതൊരു കോമൺ യുക്തിയാണ്, അതിലൊരു തെറ്റുമില്ല. പക്ഷേ ഇവിടുത്തെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് വിഷയം. അതാണ് നിങ്ങൾ ഉടമ്പടി എടുക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഉടമ്പടി ഉള്ളതുകൊണ്ടോ മാതാവിൻ്റെ രൂപം ഉള്ളതുകൊണ്ടോ ഇത് ഹൈവേ സൈഡ് ആയതൊന്നുമല്ല ഇവിടുത്തെ പ്രത്യേകത. ഇവിടുത്തെ പ്രത്യേകത പരിശുദ്ധ അമ്മ ഈ അൾത്താരിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ലോകത്തിന് മുൻപിൽ ഇത് വിളിച്ചു പറയണമെന്നെങ്കിൽ, ലോകമെമ്പാടും ഇത് വണങ്ങപ്പെടണമെങ്കിൽ അതിൽ അവിടെ അനുഭവങ്ങൾ ഉണ്ടാവണം. അത് വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു ക്രിസ്ത്യ പശ്ചാത്തലത്തിലുള്ളവർക്കറിയാം. അത് വിശുദ്ധരാക്കുന്ന പ്രക്രിയ പോലെ ശാസ്ത്രത്തിനും യുക്തിക്കും മുകളിലായിട്ട് അനേക ജനങ്ങൾ അവിടെ വരുന്നവർക്കൊക്കെയും ദൈവാനുഭവങ്ങൾ ഉണ്ടാവണം. അത് ദൈവാനുഭവങ്ങളായിട്ട് സാക്ഷ്യപ്പെടുത്തണം. നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ദിവസം തന്നെ നമുക്ക് ആവശ്യത്തിലേറെ അനുഭവങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ സമയവും ഇതിനൊരു ആവശ്യമുള്ളതുകൊണ്ട് അപ്പോൾ ഈ ഒരു പ്രത്യക്ഷീകരണം, അത് സ്വർഗത്തിൻ്റെ ഒരു നിയോഗം ഈ ഒരു പ്രാർത്ഥനയിലുണ്ട്. അതാണ് നിങ്ങൾ അല്ലെങ്കിൽ ഉടമ്പടി എടുത്തവർ ആദ്യം മനസ്സിലാക്കേണ്ടത്. അമ്മയുടെ പ്രത്യക്ഷീകരണം ലോകമെമ്പാടും അറിയിക്കേണ്ട നിങ്ങളെ അതിനൊരു ഉപകരണമാക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ ദൈവപിതാവ് ഉപകരണമാക്കി മാറുവാനായിട്ട് അനുഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഇടത്ത് വരുന്നവരും വന്ന് പ്രാർത്ഥിക്കുന്നവരും കാലുകുത്തുന്നവരും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ നമ്മളിങ്ങനെ ചേർത്ത് വെക്കുന്നത്, റെക്കോർഡ് ചെയ്യുന്നു. പരം ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും അവസാനം പറഞ്ഞത് വ്യക്തിപരമായിട്ട് ഇവർ രണ്ടുപേരും, ഈ സാക്ഷ്യം പറയുന്ന രണ്ടുപേരും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഉറപ്പാണ്
രണ്ടുപേരും വിശ്വാസമുള്ളവരും ബോധ്യമുള്ളവരാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ദൈവത്തിന് വേണ്ടി പറയാനായിട്ട് മൈക്കെടുത്ത് വരാനായിട്ട് പറ്റണമെങ്കിൽ ആ ഒരു ബോധ്യം ഉണ്ടാണ്. അപ്പോൾ രണ്ടുപേരും വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പരസ്പരം സഹകരിച്ചും പ്രാർത്ഥിച്ചും നിൽക്കുന്നവരാണ്. ഉടമ്പടിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വ്യക്തമായിട്ട് ശ്രമിക്കുന്നവരാണ്. അപ്പം അങ്ങനെ ഒരു യാത്രയെ ദൈവം കൂടെ നിന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ മകൾ സാക്ഷ്യത്തിൽ എവിടെയോ പറയുന്നുണ്ട്, അത് ഉടമ്പടി ആരാധനയെക്കുറിച്ചൊരു 3 റെഫറൻസ് എങ്കിലും ഈ സാക്ഷ്യത്തിലുണ്ട്. ഇപ്പോൾ ബൈബിളിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിനോടൊപ്പം രണ്ടാമത്തത് ഉടമ്പടി എടുക്കുന്നവർക്ക് ക്ലാരിറ്റി കിട്ടുന്ന മറ്റൊരു സ്രോതസ്സ് എന്ന് പറയുന്നത് ഉടമ്പടി ആരാധനയാണ്. അതിപ്പോൾ അച്ഛൻ 2-3 പ്രാവശ്യം ടോക്ക് കേട്ടപ്പോൾ എനിക്ക് ക്ലാരിറ്റി കിട്ടി, വിശ്വാസം നിലനിൽക്കും. അപ്പം പിന്നെ മൂന്നാമത്തെ സാക്ഷ്യങ്ങളാണ്. ഇത് 3ഉം നമ്മൾ വ്യക്തമായിട്ട് പ്രാർത്ഥിച്ച് കേൾക്കുമ്പോഴേക്കും നമുക്ക് എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ബോധ്യം കിട്ടുമെന്നാണ് ഈ ഒരു സാക്ഷ്യത്തിൽ നിന്ന് മറ്റൊരുപാട് സാക്ഷ്യം ലഭിക്കുന്നത്. അപ്പം അങ്ങനെ വ്യക്തമായിട്ടൊരു ബോധ്യത്തോടു കൂടി മകളിപ്പോൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൻ്റെ OET പാസ്സായ തൊട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം ഇത് നമുക്കും എല്ലാവർക്കും പ്രചോദനവും, ഒപ്പം ഈ പറഞ്ഞിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമുക്കും ഇതുപോലെ സാക്ഷ്യം പറയേണ്ട ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ ഈ കുടുംബത്തിന് നൽകിയ വിശ്വാസത്തിൻ്റെ അനുഭവത്തിനും ഒപ്പം മറ്റെല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.